സ്വർണ്ണക്കൊള്ളയിലെ കേന്ദ്ര കഥാപാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി? എങ്ങനെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണ്ണക്കൊള്ള? ബി ദിലീപ് കുമാർ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ആദ്യ അറസ്റ്റാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത്. തട്ടിപ്പിൻ്റെ വിശദ വിവരങ്ങൾ അറിയാനിരിക്കുന്നതേയുള്ളൂ. ആരൊക്കെ അകത്താകുമെന്ന് ഉടൻ അറിയാം. അപ്പോഴേക്കും നമുക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിഞ്ഞു വരാം. തിരുവനന്തപുരം കിളിമാനൂരിന് സമീപം പുളിമാത്ത് സ്വദേശിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. പുളിമാത്ത് ദേവീക്ഷേത്രത്തിൽ പൂജാരിയായ പിതാവിനൊപ്പവും സമീപ ക്ഷേത്രങ്ങളിൽ ഉത്സവനാളുകളിൽ മറ്റു പൂജാരിമാർക്കൊപ്പവും കുട്ടിക്കാലത്ത് സഹായിയായി കൂടുമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. 10ാം ക്ലാസ് പഠനത്തിനു ശേഷം ബംഗളൂരുവിലേക്ക് പോയി. തിരികെ നാട്ടിലെത്തിയത് സമ്പന്നനായാണ്. ബംഗളൂരുവിലെ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറിയെന്ന് നാട്ടുകാരിൽ ചിലരോട് പറഞ്ഞു. ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്നുവെന്ന് പിന്നീട് അറിഞ്ഞു. 2007 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കണ്ടു തുടങ്ങിയത്. സമ്പന്നരായ ഭക്തർക്ക് ശബരിമലയിൽ ദർശനത്തിന് സൗകര്യമൊരുക്കി അവരുടെ വിശ്വസ്തനായി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പല ഭക്തരുടെയും വഴിപാടുകളും സമർപ്പണങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റി വഴിയായി. ബാംഗ്ലൂർ ഉണ്ണിത്തിരുമേനി എന്നറിയപ്പെടാനും തുടങ്ങി. ആദ്യ ഭാര്യയുടെ മരണത്തെ തുടർന്ന് വീണ്ടും വിവാഹിതനായി. കുടുംബം ബംഗളൂരുവിലാണ്. 2014 ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിന്റെ നിരീക്ഷണ വലയത്തിലാകുന്നത്. സന്നിധാനത്ത് രസീതില്ലാതെ നടത്തുന്ന ഇടപാടുകളാണ് നിരീക്ഷണത്തിലേക്ക് എത്തിച്ചത്. തിരിച്ചറിയൽ കാർഡ് പോലീസ് നിർബന്ധമാക്കിയപ്പോൾ ഇതില്ലാത്ത പോറ്റിയോട് സന്നിധാനം വിടാൻ നിർദ്ദേശിച്ചു. ആ പോറ്റി വീണ്ടും സന്നിധാനത്തേക്കെത്തി. അതൊരു വരവായിരുന്നു, ഒരു ഒന്നൊന്നര വരവ്. രണ്ടാം വരവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നമിട്ടത് ശബരിമലയിലെ സ്വർണ്ണത്തിളക്കമായിരുന്നു. ഇതര സംസ്ഥാനങ്ങളിലെ ധനാഢ്യരെ ശബരിമലയിലെ വികസന പ്രവർത്തനത്തിൽ പങ്കാളിയാക്കിയതോടെ പഴയ ബാംഗ്ലൂർ ഉണ്ണിത്തിരുമേനി സ്പോൺസർ എന്ന നിലയിൽ അറിയപ്പെടാൻ തുടങ്ങി. ഒപ്പം ദേവസ്വം ബോർഡിന്റെ അകമഴിഞ്ഞ പിന്തുണയും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ വിശദാംശങ്ങളിലേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്കിലേക്കും വഴി തുറന്നത് മറ്റാരുമല്ല. ആഗോള അയ്യപ്പ സംഗമത്തിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പത്തിന്റെ താങ്ങുപീഠങ്ങൾ കാണാനില്ലെന്ന് വെടിപൊട്ടിച്ചത്. ഹൈക്കോടതിയെയോ സ്പെഷ്യൽ കമ്മീഷണറെയോ അറിയിക്കാതെ ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പുപാളികൾ സ്വർണം പൂശാൻ ചെന്നൈക്ക് കൊണ്ടുപോയതിൽ കോടതി നിർദ്ദേശപ്രകാരം ഇതിനിടെ ദേവസ്വം വിജിലൻസ് അന്വേഷണം തുടങ്ങിയിരുന്നു. ദേവസ്വം വിജിലൻസ് അന്വേഷണമാണ് സ്വർണ്ണക്കൊള്ളയിലേക്ക് വെളിച്ചം വീശിയത്. ദേവസ്വം ബോർഡ് പോറ്റിയെ പൂട്ടിയതെങ്ങനെയെന്ന് നോക്കാം. 1998 വ്യവസായി വിജയ് മല്യ ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞത് 31.5 കിലോ 24 കാരറ്റ് സ്വർണം ഉപയോഗിച്ചാണ്. ഇതിൽ കണ്ണുനട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പങ്ങളിലെ തകിടുകളുടെ അറ്റകുറ്റപ്പണി നടത്തി സ്വർണം പൂശി സമർപ്പിക്കാമെന്ന് ദേവസ്വം ബോർഡിനെ അറിയിക്കുന്നു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന് ഇക്കാര്യത്തിൽ കത്തു നൽകി. പിന്നെയെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി നിശ്ചയിച്ച പ്രകാരമായിരുന്നു. സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുന്നു, നാടുനീളെ പ്രദർശിപ്പിക്കുന്നു. അങ്ങനെ എന്തല്ല. തിരിച്ചെത്തിയ പാളികളിൽ 4.5 കിലോ കുറഞ്ഞു. ഇതിനിടെ ചട്ടലംഘനങ്ങൾ നിരവധിയുണ്ടായി. എല്ലാം ദേവസ്വം വിജിലൻസ് കണ്ടെത്തി. തട്ടിപ്പുകൾ കണ്ടെത്താൻ നിമിത്തമായത് ഒരു ചിത്രമായിരുന്നു. ആ ചിത്രത്തിന് പിന്നാലെ നടന്ന അന്വേഷണം സ്വർണ്ണക്കൊള്ളയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് വെളിച്ചം വീശുകയായിരുന്നു. ദ്വാരപാലക ശില്പപാളികൾ ഇളക്കിയതിന്റെ ചിത്രങ്ങളിൽ കോട്ടയം ആനിക്കാട് സ്വദേശി വാസുദേവൻ എന്നൊരാൾ ഉണ്ടായിരുന്നു. വാസുദേവനെ കണ്ടെത്തിയപ്പോഴാണ് താങ്ങുപീഠത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്. പുതിയ താങ്ങുപീഠത്തിന് വലിപ്പക്കൂടുതലായതിനാൽ അത് സ്ഥാപിച്ചില്ല. ഇവ വാസുദേവന്റെ വീട്ടിൽ സൂക്ഷിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതിനെ തുടർന്ന് സന്നിധാനത്ത് നിന്ന് ചാക്കിൽ പൊതിഞ്ഞ് ട്രാക്ടറിൽ പമ്പയിലെത്തിച്ച ശേഷം വീട്ടിലെത്തിച്ചു. 2024 ജനുവരി 1 സംഭവം. താങ്ങുപീഠം കാണാനില്ല എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണം ചർച്ചയായതോടെ പരിഭ്രാന്തനായ വാസുദേവൻ ഇവ പുളിമാത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തിച്ചു. 10 ദിവസം കഴിഞ്ഞപ്പോൾ പോറ്റി വെഞ്ഞാറമൂട്ടിലെ സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റി. ഇത് പിന്നീട് ദേവസ്വം വിജിലൻസ് പിടിച്ചെടുത്തു. വൈകാതെ സ്വർണ്ണക്കൊള്ളയിലെ വിവരങ്ങളും. നയാ പൈസയുടെ സ്ഥിര വരുമാനം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കില്ല, നികുതി രേഖകളുമില്ല. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സ്പോൺസർ ചെയ്തത് കോടികളുടെ കാര്യങ്ങളാണ്. അവയ്ക്ക് വേണ്ടി പണം നൽകിയത് പലരാണ്. അതിലൊരു പങ്ക് പോറ്റിക്കും കിട്ടി. ശബരിമലയിലെ കേടായ വാതിൽ മാറ്റി പുതിയ വാതിൽ സ്വർണം പൂശി നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന് രേഖകൾ. യഥാർത്ഥത്തിൽ പണം ചെലവഴിച്ചത് കർണാടക ബെല്ലാരി സ്വദേശി ഗോവർദ്ധൻ.
ശ്രീകോവിലിന്റെ കട്ടള സ്വർണം പൂശിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി. യഥാർത്ഥ സ്പോൺസർ ബംഗളൂരു നിവാസിയായിരുന്ന മലയാളി അജികുമാർ. കഴിഞ്ഞ ജനുവരി 1 അന്നദാനം, പടിപൂജ, ഉദയാസ്തമന പൂജ, കളഭാഭിഷേകം എന്നിവ നടത്തിയതും ഇതേ പോറ്റി. 18ാം പടിക്ക് ഇരുവശവും മണിമണ്ഡപം നിർമ്മിച്ചു നൽകി. മണ്ഡപത്തിലേക്കുള്ള മണികളും നിർമ്മിച്ചു നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ. 2017 ജൂൺ 20 ക്ഷേത്ര അലങ്കാരം, പടിപൂജ, ഉദയാസ്തമന പൂജ, മേളം എന്നിവ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തി. 8,20,000 രൂപയുടെ ചെക്കും 17 ടൺ അരിയും 37 ടൺ പച്ചക്കറിയും അക്കൊല്ലം ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയെന്ന രേഖകളിലുണ്ട്. അന്നദാന മണ്ഡപത്തിന് ലിഫ്റ്റ് പണിതതിന് 10 ലക്ഷം രൂപ സംഭാവന നൽകി. അന്നദാനത്തിന് ജനുവരിയിൽ 6 ലക്ഷവും മകരവിളക്കിന് 10 ലക്ഷവും നൽകി. ഇങ്ങനെ വരുമാനമില്ലാത്ത പോറ്റിയുടെ സ്പോൺസർഷിപ്പുകൾ നീളുകയാണ്. ഇനി ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ പലതുണ്ട്. ഇവ മറനീക്കി പുറത്തുവരട്ടെ. കട്ടിള സ്വർണം പൂശിയ ശേഷം ബാക്കി വന്ന 474.9 ഗ്രാം സ്വർണം എവിടെ? സ്വർണ്ണപ്പാളികൾ 39 ദിവസം കഴിഞ്ഞാണ് ശബരിമലയിൽ എത്തിച്ചത്. അത്രയും നാൾ എവിടെ സൂക്ഷിച്ചു? തട്ടിപ്പിൽ പങ്കാളികൾ ആരൊക്കെ? ആരാണ് പോറ്റിയുടെ വിശ്വസ്തർ എന്ന് പറയുന്ന കൽപേഷും നാഗേഷും? സ്വർണ്ണക്കൊള്ളയുടെ വസ്തുതകളെല്ലാം പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.